പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. 2002 വോട്ടർ പട്ടികയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റിവിഷൻ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കായ ആളുകൾ ഔട്ടാവുകയാണ്. അത് ബീഹാറിലെ അനുഭവം ഉണ്ടായി, അത് കോടതിയിൽ ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. ഹരിയാനയിലെ വിഷയങ്ങൾ ഇപ്പോൾ രാജ്യത്തെ ചർച്ചാ വിഷയമാണ്. അത്തരൊരു സാഹചര്യത്തിൽ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത് അപ്രായോഗികമായ കാര്യമാണ്. വോട്ടർ പട്ടികയിൽ വോട്ട് പുതുക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ജനാധിപത്യ വ്യവസ്ഥ വന്നതിന് ശേഷം കൃത്യമായ നടപടിക്രമങ്ങളുണ്ടായിരുന്നു. ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ വോട്ടർ പട്ടിക ഫലപ്രദമായി പുതുക്കാവുന്നതാണ്. അതാണ് നിലപാട്. അഭിപ്രായം അറിയിക്കുക. കേരള നിയമസഭ തന്നെ ഈ വിഷയം ചർച്ച ചെയ്ത് ജനാധിപത്യപരമായി, നിയമസഭയാണല്ലോ ഏറ്റവും ഉയർന്ന വേദി, ഏകകണ്ഠമായി കേരളത്തിലെ നിയമസഭ ഒരു ഡിഫറൻസും ഇല്ലാതെ യുനാനിമസായി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പുനഃപരിശോധിക്കണമെന്ന്. അതാണ് ആവർത്തിക്കാനുള്ളത്, ഇവിടെ വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. മറ്റു കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം തേടണം, സഹായം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ കത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അയച്ചിട്ടുണ്ട്. CPIക്കും ലഭിച്ചു. അതിനകത്ത് എങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കേരളത്തിൽ ഈ സംരംഭത്തോട് സഹകരിക്കാൻ കഴിയും? 2 ഇലക്ഷൻ കമ്മീഷനാണ് നടന്നത്. എങ്ങനെയാണ് പ്രായോഗികമായി കഴിയുക? എല്ലാവരും ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ തയ്യാറെടുപ്പിലുമാണ്. അതിനിടയിൽ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പ്രതിനിധികൾക്ക്, BLAമാർക്ക് ഈ സംരംഭത്തിൽ എങ്ങനെ പങ്കാളികളാകാൻ കഴിയും? അപ്രായോഗികമായ കാര്യമാണിത്. പൊളിറ്റിക്കൽ പാർട്ടികളുടെ പ്രതിനിധികൾ, BLAമാർ, പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ഓരോ ദിവസവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. അതുപോലെ തന്നെ BLAമാരെന്ന നിലക്കുള്ള ചുമതല ആ ഘട്ടത്തിൽ എങ്ങനെ നിർവഹിക്കാൻ കഴിയും? ഇതൊക്കെ തന്നെ ധൃതി പിടിച്ച് ചെയ്യുന്ന കാര്യമാണ്. ഇത്രയും പെട്ടെന്ന് ഇത് തന്നെ ഈ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പ് അത് നിശ്ചിത ദിവസത്തിനകം നടത്തുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട ഇന്നത്തെ സന്ദർഭത്തിൽ എന്തിനു വേണ്ടിയാണ് അതിനെ തടസ്സപ്പെടുത്തുന്നത് എന്ന ചോദ്യവും ഉയർത്തുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ വിഷയങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ധൃതി പിടിച്ചിട്ടുള്ള ഈ നീക്കങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. പുനഃപരിശോധന ആവശ്യമാണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് CP ചെറിയ മുഹമ്മദ്. കഴിഞ്ഞ 2 യോഗങ്ങളിലും കുറേയൊക്കെ പ്രതീക്ഷ CEO നൽകിയിരുന്നു. പക്ഷേ ഫീൽഡിലേക്ക് യാഥാർത്ഥ്യവുമായി സമീപിച്ചു നോക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളാണ്. ഏറ്റവും അവസാനം ഇന്നലെ രാത്രി ഇറങ്ങിയിട്ടുള്ള ഓൺലൈനിൽ പോലും വോട്ടർ ഐഡിയും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്യണം. ചെയ്തവർക്ക് ഇതിൽ ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്തവർ ഇവിടെ കൂടെ തന്നെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. പൊതുവെ കേരളത്തിൽ ആരും ഇല്ല എന്നാണ്. വളരെ അപൂർവമായിട്ടുള്ളൂ. മൊബൈൽ നമ്പറും വോട്ടർ ഐഡിയും തമ്മിൽ ലിങ്ക് ചെയ്താലേ ഇത് സാധ്യമാവുള്ളൂ. ഒന്ന്. അതിലുപരി അതിനേക്കാളും പ്രശ്നം ആധാറും വോട്ടർ ഐഡിയും തമ്മിൽ പേരിലൊക്കെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നത് നാട്ടിൻപുറത്ത് ചെയ്യുന്നവർ എന്ന നിലക്ക് പറയട്ടെ. ആ സമയത്ത് കൊടുക്കുന്ന ഒരു പേരും പിന്നീട് ആധാർ എടുക്കുമ്പോഴൊക്കെ കറക്റ്റും ആ സമയത്ത് കറക്റ്റ് ആവണില്ല. കാരണം ഉദാഹരണം അനിൽ കുമാർ എന്നാണെങ്കിൽ ചിലപ്പോൾ അനിലിൽ നിന്ന് ഉണ്ടാവുള്ളൂ വോട്ടർ ലിസ്റ്റിൽ. അങ്ങനെയാണ് ആൾ അതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ ഈശാൽ അവൻ്റെ ഫ്രാഞ്ചൈസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഇത് രണ്ടും തുല്യമല്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം അത് പ്രശ്നമാകുന്നത് എപ്പോഴാണ്? അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സാധ്യത നടക്കില്ല. ഞങ്ങൾ ഒന്നാമൻ യോഗം മുതൽ ചോദിച്ച ചോദ്യമാണ് പ്രവാസികൾക്ക് വേണ്ടി ഓൺലൈൻ മറ്റ് സ്ഥലങ്ങളിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ വ്യാപരിച്ചിരിക്കുമ്പോൾ അവരാരും ചെയ്തില്ലെന്ന് ഉറപ്പാണ്. പിന്നെ എങ്ങനെ ഇത് നടപ്പിലാവും? ആധാർ വോട്ടർ ഐഡിയിലും എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ പേരിലല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഒരുപാട് ടെക്നിക്കൽ പ്രശ്നങ്ങൾ പുതുതായി അതും ഇനി അഡ്രസ്സ് ചെയ്യാനുണ്ട്. അതിന് മറ്റു സാധ്യത കൂടി ഉള്ളത് നേരത്തെ പറഞ്ഞിരുന്നു. പ്രവാസികൾക്ക് അതാത് വീടുകളിൽ നാട്ടിൽ, കാരണം എവിടെയാലും ആ വോട്ടർ ലിസ്റ്റിലാണ് അവർ ചേരാൻ പോകുന്നത്, ആ ബൂത്തിലാണ് ചേരാൻ പോകുന്നത്.
എന്യൂമറേറ്റർക്ക് അവിടെ നിന്ന് ഒപ്പിട്ട് കൊടുത്ത് ബന്ധപ്പെട്ട ആരെങ്കിലും സൈൻ ചെയ്ത് കൊടുത്താൽ ആ സാധ്യതയായിരിക്കും കൂടുതൽ നന്നാവുക എന്ന് തോന്നുകയാണ്. അപ്പോൾ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ 2002 വോട്ടർ ലിസ്റ്റിലെ മിസ്സിങ്, ഒരുപാട് സ്ഥലങ്ങളിൽ കുറേ പേരില്ല, വീടുകളില്ല, മിസ്സിങ് ആണ്. ചില വീടുകൾ പൂർണ്ണമായും ഒഴിവായി പോയിട്ടുണ്ട്. അതൊന്ന് എന്താ പറയുക, രണ്ടാമത് പുനഃപ്രസിദ്ധീകരിക്കണം, ഈ തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കി 2002. അതിനേക്കാളും അപകടമായി. അപ്പോൾ അതുപോലെ അടച്ചിട്ട വീടുകളിൽ അത്തരം കേസുകളിൽ എന്ത് ചെയ്യാൻ കഴിയും? വേറെ അതിനേക്കാളും വലിയൊരു സംഗതി ഉള്ളത്, പുതുതായി ഒരാൾക്ക് രാജ്യത്തിലെ നിയമപ്രകാരം സിറ്റിസൺ ആയിരിക്കണം. ഓക്കെ, പുതുതായിട്ട് ഒരാൾക്ക് വോട്ടർ ലിസ്റ്റ് പേര് ചേരാൻ 18 വയസ്സ് തികഞ്ഞാൽ ജനുവരി 1 അതിന് അവസരം അവരുണ്ടെന്നിരിക്കെ 2004 ജനിച്ചവർക്ക് അവർക്ക് ചെയ്ത അപരാധം എന്താ? അവർക്ക് വോട്ടർ ലിസ്റ്റ് ചേരണമെങ്കിൽ, കാരണം BLOമാർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളിൽ പറഞ്ഞതിൽ സ്വന്തം ജനനസ്ഥലം തെളിയിക്കണം, സ്വന്തം വയസ്സും തെളിയിക്കണം. അത് സാധാരണ ഓൺഗോയിങ് പ്രോസസ്സാണ്. പക്ഷേ SIR ശേഷം ഇനി അത് പോരാ, പിതാവിൻ്റെത് തെളിയിക്കണം, മാതാവിന് തെളിയിക്കണം, സ്വന്തം തെളിയിക്കണം, 3 തലങ്ങളിൽ. ഇതെന്താ മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഇത് സ്റ്റാൻഡ്സ് ഫോർ ടോട്ടൽ എക്സ്ക്ലൂഷൻ, നോട്ട് ഫോർ ഇൻക്ലൂഷൻ എന്നതിലേക്ക് പോവുകയാണ്. CEO കഴിഞ്ഞ യോഗങ്ങളിലൊക്കെ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടാണ് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ, പിന്നെ അതൊക്കെ ഉപരിയാണ് BLOമാർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളിൽ എന്യൂമറേഷൻ ഫോമിൽ നൽകിയിരിക്കുന്ന മുൻ SIR ഇലക്ടറൽ റോൾ വിശദാംശങ്ങൾ ലഭ്യമല്ലാത്തതോ ഡാറ്റാബേസുമായി പൊരുത്തപ്പെടാത്തതോ ആയ വോട്ടർമാർക്ക് ERO നോട്ടീസ് നൽകും. ആ സെക്കൻഡ് പ്രോസസ്സ് നിങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നു. അവിടെ ആരുണ്ടാവും? ഈ പറഞ്ഞ എന്യൂമറേഷൻ ഫോം കൊടുക്കാനൊക്കെ BLAമാരുടെ സാന്നിധ്യമുണ്ട്. സെക്കൻഡിൽ ആരുടെ സാന്നിധ്യമുണ്ട്? സാന്നിധ്യമേ ഇല്ലെന്ന് മാത്രമല്ല, ആ പ്രോസസ്സിലാണ് ഈ പറഞ്ഞതുപോലെ പേരിൻ്റെ സ്പെല്ലിങ്ങിൽ ചിലപ്പോൾ H എന്നതിന് പകരം U ആയിരിക്കും ചില പേരുകൾ ഉണ്ടാവും. സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്ന് തുടങ്ങിയുള്ള ഒരുപാട് പ്രശ്ന സങ്കീർണതകളുടെ നൂലാമാലകളിൽ ഒരുപാട് വോട്ടർമാർ, അതിൻ്റെ ഒരു പാനിക് സർ. ഇന്നലെ ഞാനൊരു ലോക്കൽ യോഗത്തിൽ പങ്കെടുത്തു. അതൊരു വായനശാല സംഘടിപ്പിച്ച ഒരു മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ എല്ലാവരും ഉണ്ട്. വല്ലാതെ അവർ ചോദ്യം, എൻ്റെ മകൻ്റെ പേര്, കാരണം ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് വേറെ സ്ഥലത്താണ്, അതുകൊണ്ട് മകൻ്റെ അഡ്രസ്സിൽ മാറിയില്ലേ, പിതാവിൻ്റെ അഡ്രസ്സ് വേറെ ഒന്നാണ്, പേരിൽ പോലും വ്യത്യാസം, തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ. ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുമെന്നുള്ളത്. വോട്ടർ ലിസ്റ്റിൽ മിസ്സിങ് 2002 മിസ്സിംഗ് ഉണ്ട്. ഉപരിയായി ഇതുപോലെയുള്ള ഈ ഓൺലൈൻ പര്യാപ്തമല്ലെന്ന് മാത്രമല്ല, അതിൻ്റെ പ്രയോഗസാധ്യത തുറക്കാത്ത ഒരു സംഗതിയായിട്ടാണ് ഇത് എനിക്ക് വിലയിരുത്താൻ പറ്റിയിട്ടുള്ളത്. ആ കാര്യം ഉൾപ്പെടെ വരാൻ പോകുന്ന സെക്കൻഡ് പ്രോസസ്സ് സാറിൻ്റെ അടുത്ത സംസാരത്തിൽ അത് കുറ്റമറ്റതാവുമോ എന്നുള്ള ഒരുപാട് സംശയമുണ്ട്. എൻ്റെ സഹോദരി ഇന്ന് എന്നെ വിളിച്ച് ചോദിച്ച്, 2002 ഞാൻ പ്രസവത്തിന് ഞാൻ നിങ്ങളെ വീട്ടിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, അപ്പോൾ അവിടെയാണ് വോട്ടുള്ളത്. പ്രസവത്തിന് വന്നപ്പോൾ അവിടെയാണ് വോട്ടുള്ളത്. ഇവിടെ 2002 വോട്ടില്ല, ഇനി ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മളൊരു നിർദ്ദേശം വന്നിട്ടുള്ളത്, ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ചേരുക എന്ന നിർദ്ദേശമാണ്. അങ്ങനെ തന്നെയല്ലേ? കാരണം അങ്ങനെയല്ലാത്ത നിർദ്ദേശങ്ങൾ BLOമാർ, അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ യോഗത്തിൽ പങ്കെടുക്കുന്നു, ഇവിടെ ചില തീരുമാനങ്ങൾ പറയുന്നു, ആ തീരുമാനത്തിന് വിരുദ്ധമായി താഴ്തട്ടിലേക്ക് പോകുന്നു എന്നതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം അന്ന് നമ്മൾ ചോദിച്ചിരുന്നു, 87 ശേഷം ജനിച്ചവർ, ആ ജനിച്ചവരുടെ കാര്യത്തിൽ എനി ID, ഏതെങ്കിലും ഒരു ID പോരെ മതി പാരൻസിൻ്റെ എന്ന് പറഞ്ഞു. പക്ഷേ BLOമാർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. BLOമാർക്കല്ല EOമാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് പ്രോസസ്സിൽ ഇങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു ID പോരാ, പകരമായി അവരുടെ ജന്മസ്ഥലം, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പാരൻസിൻ്റെ തെളിയിച്ചുകൊണ്ട് വേണമെന്ന് പറയുമ്പോൾ, സർ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ യോഗത്തിൽ ഞങ്ങൾ ഉന്നയിച്ച, അപ്പോൾ സമയം മാറ്റത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല, ഷെഡ്യൂൾ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് മുന്നോട്ട് പോകുമ്പോൾ പക്ഷേ ഈ ഒരു കാര്യം വളരെ ഗൗരവമാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, മാസീവ് എക്സ്ക്ലൂഷനുള്ള വാതായനം തുറക്കുന്നുവെന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞ യോഗത്തിൽ പറഞ്ഞത് വളരെ കൃത്യമായി പ്രായോഗിക തലത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.